ഞങ്ങൾ രണ്ടുപേരും വി ഗാർഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടർല എന്നറിയപ്പെടുന്ന അമ്യൂസ്മെന്റ് പാർക്ക് ഗ്രൂപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടർലയിലത്തെ ഒരു വർഷത്തെ ഫുട്ഫോൾ കൊച്ചിൻ സിറ്റിയിലെ പാർക്കിൽ മാത്രം എനിക്ക് തോന്നുന്നത് 15-16 lakhs ആണ്. അപ്പോൾ ലാസ്റ്റ് 25 years ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ കേരളത്തിൻ്റെ പോപ്പുലേഷനേക്കാളും കൂടുതൽ ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു ആക്സിഡന്റ് പോലും, ഒരാൾക്ക് ഒരു കൺസേൺ ഉണ്ടാക്കുന്ന ലെവലിലുള്ള ഒരു ആക്സിഡന്റ് പോലും അവിടെ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുപോലെ നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു വർക്ക് കൾച്ചറിൽ ഗ്രൂം ചെയ്ത് വന്നവരായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വണ്ടർല അല്ലെങ്കിൽ അന്നത്തെ വീഗാലാൻഡ് അങ്ങനെ പറഞ്ഞായിരിക്കും കുറച്ചുകൂടി എനിക്ക് വീഗാലാൻഡ് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഡിവിഷൻ വന്നപ്പോൾ ആ പേര് ഇങ്ങോട്ട് നമ്മൾ എടുത്ത്. നിങ്ങളൊന്നൊന്ന് കണ്ടാൽ മതി. അതായത് കുട്ടികൾക്ക് വരെ ധൈര്യമായിട്ട് അവിടുത്തെ പൂളുകളിലേക്ക് ഇറങ്ങാം. കാരണം നമ്മുടെ ലൈഫ് ഗാർഡ്സ് അല്ലെങ്കിൽ ആ പൂളിന് ചുറ്റും നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫ്, സെക്യൂരിറ്റി ആർ സോ വിജിലൻറ്റ്. മാത്രമല്ല അവിടുത്തെ റൈഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓൾ ആർ ഇമ്പോർട്ടൻറ്റ് റൈഡ്സ്. നിങ്ങൾക്ക് അതിൽ കയറി ധൈര്യമായിട്ട് തലകുത്തി നിന്ന് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സേഫ്റ്റി കോൺഷ്യസ് ആയിട്ടാണ് ഞങ്ങൾ അന്നോട്ടെ വർക്ക് ചെയ്തത്. വെള്ളം ഇന്നും ആക്സിഡൻറ്റിൻ്റെ ഒരു സോഴ്സാണ്. അതിനേക്കാൾ റിസ്ക്കുള്ളതാണ് ഈ മോസ്റ്റ് മോഡേൺ റൈഡ്സുകൾ. അപ്പോൾ അവിടെ നിന്നെല്ലാം നമ്മളിതുപോലെ ഒരു സാർ പറഞ്ഞ പോലെ മോട്ടിവേഷൻ ഒരു ഐറ്റം, പിന്നെ ഫോളോ അപ്പ്. നിങ്ങൾ ആളുകളുടെ പുറകെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവരത് ഉൾക്കൊണ്ട് അവരത് വർക്ക് ചെയ്യണമെന്ന് പറയണമെങ്കിൽ നിങ്ങൾ അത്രയും ഒരു ക്ലോസ് ഫോളോ അപ്പ് ആയിരിക്കും. Your foundation is your employees, and if he has such a legacy, it's because of the way he has led you, അല്ലെങ്കിൽ guided you guys into such a big company.